ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൂമീൻ കറിയാണിത്. പൂമീൻ നല്ലോണം വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചേക്കണേണിത്. ഇതിങ്ങനെ ചരിച്ച് മുറിക്കണം, അല്ലെങ്കിൽ ഇതിന് ഭയങ്കര മുള്ളായിരിക്കുള്ളൂ. അതാണ് ഇങ്ങനെ ചരിച്ച് മുറിച്ചേക്കണം. കണ്ടോ, ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നല്ലോണം മൂത്ത് വരട്ടെ. ഇത് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിരുന്നത്. വേഗം ഇത് മുരിഞ്ഞിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവെള്ളം, മുളക് പൊടിയും കാശ്മീർ ചില്ലിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിലിട്ട് കഴുകി വെച്ചേക്കണം കുടംപുളിയാണിത്, അതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് ചിറ്റിച്ച് വെക്കാം. കയ്യിലിട്ട് ഇളക്കിയാലും മീൻ പൊടിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കാം. തീ കുറച്ചിട്ട് സിമ്മിലിട്ട് വേവിച്ചാൽ മതി. ഇത് കുറുകി വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. നെയ്യൊക്കെ തിരിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് വെക്കാം.